കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നഴ്സിംഗ് ജീവനക്കാരനെ രോഗി ആക്രമിച്ചതായി പരാതി. നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിനാണ് പരിക്കേറ്റത്. ഐസിയുവിനുള്ളിൽ വെച്ചായിരുന്നു ആക്രമണം. മാനസിക പ്രശ്നമുള്ളയാളാണ് ആക്രമിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. എ വി ജയശങ്കർ ഇപ്പോൾ സ്ഥലത്തുണ്ട്. എ വി ജയശങ്കർ, എപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത്? ചെറിയ മാനസികാസ്വസ്ഥത്തെ തുടർന്നാണോ ഈ ആക്രമണം? ഡോക്ടർ അരുൺ, എനിക്ക് പിന്നിൽ കാണുന്ന കൊല്ലത്തെ ഈ ജില്ലാ ആശുപത്രിയിലാണ് ഇത്തരത്തിൽ ICUവിൽ കഴിഞ്ഞിരുന്ന രോഗി ഒരു നഴ്സിംഗ് അസിസ്റ്റന്റിനെ ആക്രമിക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവത്തിൽ നഴ്സിംഗ് അസിസ്റ്റന്റ് സുരേഷിനാണ് നിലവിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. സുരേഷിനെ നിലവിൽ ഇവിടെ നിന്ന് ആശുപത്രിയിൽ നിന്ന് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി അയച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ തലയ്ക്കും ഒപ്പം തന്നെ കഴുത്തിനും പരിക്ക് പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഈ ICUവിനുള്ളിൽ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ ഈ രോഗി പൊടുന്നൻ ICUക്ക് ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്ന ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് ഈ സുരേഷിന്റെ തലക്കടിക്കുകയായിരുന്നു. തലക്കടിക്കുകയും ഒപ്പം തന്നെ കഴുത്തിനും പരിക്ക് പറ്റിയെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും സുരേഷിനെ അല്പസമയം മുമ്പാണ് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ഇവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം ഉണ്ടായത്. ഈ രോഗിക്ക് ചില മാനസിക പ്രശ്നങ്ങളുണ്ടെന്നാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത്. ആശുപത്രി അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി പോലീസിൽ പരാതി നൽകിയിട്ടില്ല. പക്ഷേ ഔദ്യോഗിക സംവിധാനം വഴി ഇങ്ങനെ ഒരു ആക്രമണം നടന്നതിന്റെ ഇൻറ്റിമേഷൻ കൊല്ലം ഈസ്റ്റ് പോലീസിന് നൽകിയിട്ടുണ്ട്. എന്തായാലും ഇതുവരെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുത്തിട്ടില്ല. ഇതിൽ ഒന്ന്, ഇയാൾ ICUവിൽ കഴിയുന്ന രോഗിയായിരുന്നു. 2 വയോധികനാണ്. 3 ഇദ്ദേഹത്തിന് ചില മാനസിക പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇത് ഏതെങ്കിലും തരത്തിൽ ഈ മരുന്നിന്റെയോ അല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളുടെയൊക്കെ ആ ഒരു ആഘാതത്തിൽ പറ്റിയ ഒരു ആക്രമണമാണോ എന്നൊരു സംശയം പോലീസ് നീങ്ങാതിരിക്കുന്നതാണ് നല്ലത്. താങ്ക് യു ജയശങ്കർ. താങ്ക് യു.